കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരരുടെ വീടുകൾ തകർക്കുന്ന അധികൃതരുടെ നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഭീകരതയ്ക്കെതിരെ കശ്മീരിലെ ജനം ഒറ്റക്കെട്ടായി നിൽക്കുകയാണിപ്പോൾ. ഈ പിന്തുണ നിലനിർത്തണമെന്നും ജനത്തെ അകറ്റരുതെന്നും ഒമർ അബ്ദുള്ള വ്യക്തമാക്കി. കുറ്റവാളികളെ ദയയില്ലാതെ ശിക്ഷിക്കുകയും വേണം. നിരപരാധികളെ ഇത് ബാധിക്കരുതെന്നും ഒമർ അബ്ദുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു. പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ ഭീകരരുടെ വീടുകൾ അധികൃതർ തകർക്കുന്നത് തുടരുകയാണിപ്പോൾ. കുപ്വാരയിൽ ഭീകരന്റെ വീട് സുരക്ഷാ സേന സ്ഫോടനത്തിൽ തകർക്കുകയായിരുന്നു. ലഷ്കർ ഭീകരർ ഫാറൂഖ് അഹമ്മദിന്റെ വീടാണ് സ്ഫോടനത്തിൽ തകർത്തത്. നിലവിൽ പാകിസ്ഥാനിൽ ഭീകര സംഘത്തിനൊപ്പമാണ് ഫാറൂഖ്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഭീകരരുടെ വീടുകൾ തകർക്കുകയും ചെയ്തിരുന്നു. കശ്മീരിൽ ഇന്നലെ 5 ഭീകരരുടെ വീടുകളാണ് ജില്ലാ ഭരണകൂടം തകർത്തത്. കശ്മീരിലെ ഷോപ്പിയാൻ, കുൽഗാം എന്നീ ജില്ലകളിൽ ഓരോ വീടുകളും, പുൽവാമയിൽ 3 വീടുകളുമാണ് തകർത്തത്. ഷോപ്പിയാനിൽ മുതിർന്ന ലഷ്കറെ തെയ്ക്വ കമാൻഡർ ഷാഹിദ് അഹമ്മദ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ ഭീകരരുടെ വീടുകൾ അധികൃതർ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കുപ്വാരയിൽ ഭീകരന്റെ വീട് സുരക്ഷാ സേന സ്ഫോടനത്തിൽ തകർക്കുകയായിരുന്നു. ലഷ്കർ ഭീകരൻ ഫാറൂഖ് അഹമ്മദിന്റെ വീടാണ് സ്ഫോടനത്തിൽ തകർത്തത്. നിലവിൽ പാകിസ്ഥാനിൽ ഭീകര സംഘത്തിനൊപ്പമാണ് ഫാറൂഖ്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഭീകരരുടെ വീടുകൾ തകർക്കുകയും ചെയ്തിരുന്നു. കാശ്മീരിൽ ഇന്നലെ 5 ഭീകരരുടെ വീടുകളാണ് ജില്ലാ ഭരണകൂടം തകർത്തത്. കാശ്മീരിലെ ഷോപ്പിയാൻ, കുൽഗാം എന്നീ ജില്ലകളിൽ ഓരോ വീടുകളും, പുൽവാമയിൽ 3 വീടുകളും തകർത്തു. ഷോപ്പിയാനിൽ മുതിർന്ന ലഷ്കറെ തെയ്ബ കമാൻഡർ ഷഹീദ് അഹമ്മദ് കുട്ടേയുടെയും, കൽഗാമിൽ തകർത്തത് ഭീകരർ ഷാഹിദ് അഹമ്മദിന്റെ വീടുകളുമായിരുന്നു. പുൽവാമയിൽ ലഷ്കർ ഭീകരൻ ഇഷാൻ അഹമ്മദ് ഷെയ്ഖ്, ഹാരിസ് അഹമ്മദ്, അഹ്സാൻ ഉൾ ഹഖ് ഷെയ്ഖ് എന്നിവരുടെയും വീടുകൾ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാനി പൗരന്മാരെ കണ്ടെത്താൻ പരിശോധനയുമായി പോലീസ് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ദില്ലി പോലീസാണ് പരിശോധന ശക്തമാക്കുന്നത്. 5000 പേർ ആകെ ദില്ലിയിലുണ്ടെന്നാണ് കണക്ക്. ഈ പൗരന്മാർ മടങ്ങിയോ എന്ന് വിലയിരുത്താൻ നാളെ കേന്ദ്രം യോഗം ചേരുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിനാൽ പൗരന്മാരുടെ രാജ്യം വിടാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കേരളത്തിലും കോഴിക്കോട് സ്വദേശികളായ 4 പേർക്ക് നാട് വിടാൻ ഇന്നലെ നോട്ടീസ് നൽകുകയും ചെയ്തു. സംഭവം പുറത്തായതോടെ നോട്ടീസ് പോലീസ് പിൻവലിക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം ഊർജിതമാക്കുന്നതിനായാണ് NIA ദൃക്സാക്ഷികളുടെ മൊഴിയെടുപ്പ് തുടരുകയും ചെയ്തു. ഓരോ ചെറിയ വിവരങ്ങളും ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുവെന്ന് NIA വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുന്നറിയിപ്പില്ലാതെ കാശ്മീരിലെ ഉറി ഡാം തുറന്ന് വിട്ട നടപടിയിൽ പ്രതികരണവുമായി പാകിസ്ഥാനും രംഗത്ത് വന്നു. നദീജല കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണം ആഴത്തിലുള്ള ദുഃഖമുണ്ടാക്കിയെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. എല്ലാ ഇന്ത്യക്കാരും ഉള്ളിലും ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധം ഇരമ്പുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭീരുത്വത്തെ കാണിക്കുന്നതാണ്. കശ്മീരിലേക്ക് സമാധാനവും വികസനവും തിരികെ എത്തിയ സമയമാണ് ആക്രമണം നടത്തിയത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് രാജ്യം നേരിടുന്ന ഏതൊരു പ്രതിസന്ധിയെയും നേരിടും. ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ലോകരാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരവാദത്തിന് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം നിന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരാക്രമണത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുമെന്നും നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയവരും ഗൂഢാലോചനയിൽ പങ്കാളികളായവരും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു.